ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം 5ാം ദിവസവും രൂക്ഷം. ആക്രമണം ശക്തമാക്കി ഇസ്രായേലും ഇറാനും. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ മുങ്ങി 101 പേരെ കാണാതായി. അന്തർവാഹിനി ആക്രമണം ഉണ്ടായതായി സംശയം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭ്യമാക്കിയ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. മത്സ്യഫെഡിനെ അമൂലിന് സമാനമായ മാതൃകാ സഹകരണ സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് നാളെ തുടക്കം. ICC 2020 ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് 5ാം ദിവസവും അയവില്ല. ടെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കി. ഇറാനിലെ ഇന്റേണൽ സെക്യൂരിറ്റി കമാൻഡ് കേന്ദ്രങ്ങളും മിസൈൽ സംവിധാനങ്ങളും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം. ഇറാനിൽ സംഘർഷം ആരംഭിച്ച് ഇതിനകം 1100ഓളം പേർ കൊല്ലപ്പെട്ടതായാണ് US കേന്ദ്രമാക്കിയുള്ള മനുഷ്യാവകാശ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലെ US സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ ഇറാൻ 17ാം ഘട്ട ആക്രമണങ്ങൾക്ക് തുടക്കം കുറിച്ചതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇർബിലിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്കു നേരെ നിരവധി ഡ്രോണുകൾ വിക്ഷേപിച്ചതായും ബഹ്റൈനിലെ പ്രധാന US വ്യോമതാവളത്തിന്റെ കമാൻഡ് സെന്റർ തകർത്തതായും ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർ അറിയിച്ചു. US താവളങ്ങളിൽ നടത്തിയ ആക്രമണങ്ങളിൽ 680-ലധികം അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായും ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടിയിലൂടെ കഴിഞ്ഞ 100 മണിക്കൂറിനിടെ 2000 ലക്ഷ്യസ്ഥാനങ്ങൾ ഭേദിച്ചതായി US കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ വ്യക്തമാക്കി. അമേരിക്ക സൈനിക നടപടികൾ അവസാനിപ്പിക്കില്ലെന്നും ഇറാന്റെ പ്രത്യാക്രമണ ശേഷി കുറഞ്ഞു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ മുങ്ങി 101 പേരെ കാണാതായി. അന്തർവാഹിനി ആക്രമണത്തിൽ കപ്പൽ മുങ്ങിയതായാണ് സംശയിക്കപ്പെടുന്നത്. 78 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമാണ്. IRIS ഡെന എന്ന ഇറാൻ കപ്പലിൽ നിന്നുള്ള അപകട സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ നാവികസേന ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. കാണാതായവരെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണ്. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ലഭ്യമാക്കിയ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. സർവീസ് പെൻഷൻകാർക്കും DR കുടിശ്ശിക ലഭിക്കും. നേരത്തെ അനുവദിച്ച DA, DR ഗഡുക്കൾക്കെല്ലാം മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് കുടിശ്ശിക അനുവദിച്ചത്. അനുവദിക്കേണ്ട യഥാർത്ഥ കാലാവധി കണക്കാക്കിയാണ് മുൻകാല പ്രാബല്യം നൽകുന്നത്. വരുന്ന സാമ്പത്തിക വർഷം മുതൽ 8 ഗഡുക്കളായി ഇത് വിതരണം ചെയ്യും. അഖിലേന്ത്യാ തലത്തിൽ മത്സ്യഫെഡിനെ അമൂലിന് സമാനമായ മാതൃകാ സഹകരണ സ്ഥാപനമായി മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. PM വികാസ് പദ്ധതിക്ക് കീഴിലെ മത്സ്യശക്തി പ്രോജക്ടിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സർക്കാർ സമീപിച്ചാൽ ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അമൂലാണ് പാലിന്റെ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സ്ഥാപനം. അതേ രീതിയിൽ ഈ മത്സ്യഫെഡിന് സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അഖിലേന്ത്യാ തലത്തിലൊരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ CMFRI പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ചിട്ടേ വികസനം ഉണ്ടാവുള്ളൂ. അത് പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ എല്ലാവരും കൂടെ സഹകരിച്ചാലാണ് നാട്ടിൻപുറത്ത് വികസനം ഉണ്ടാകുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നൈപുണ്യ പരിശീലന അവസരങ്ങളിൽ ഉണ്ടാകുന്ന വിടവ് നികത്താനാണ് സ്റ്റൈപ്പൻഡോടുകൂടി PM വികാസ് പദ്ധതി നടപ്പിലാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി ചർച്ചകൾ നടത്തും. കന്നി വോട്ടർമാരുമായും അദ്ദേഹം സംവദിക്കും. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ നാളെ ആരംഭിക്കും. 3000ഓളം കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1ാം വർഷ പൊതുപരീക്ഷകൾ നാളെയും 2ാം വർഷ പരീക്ഷകൾക്ക് മറ്റന്നാളുമാണ് തുടക്കം. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് ഗൾഫ് മേഖലയിൽ നാളത്തെ SSLC പരീക്ഷയും നാളെ മുതൽ ശനിയാഴ്ച വരെയുള്ള ഹയർ സെക്കൻഡറി പരീക്ഷകളും മാറ്റിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. കേരളത്തിലെ പോലീസ് സേന ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പോലീസ്, ജയിൽ, വിജിലൻസ് വകുപ്പുകളുടെ വിവിധ ജില്ലകളിലെ പുതിയ മന്ദിരങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ശിലാസ്ഥാപനവും തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അങ്കമാലി ശബരി റെയിൽവേ പദ്ധതിയുടെ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾക്ക് സംസ്ഥാന സർക്കാരിന്റെ ഭരണാനുമതി. എറണാകുളം, കോട്ടയം, ഇടുക്കി ജില്ലകളിലായി റെയിൽവേ കടന്നുപോകുന്ന ഭാഗത്തെ ഭൂമി ഏറ്റെടുക്കുന്നതിനാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് ഉത്തരവിറക്കിയത്. ആകെ 3800 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതിയുടെ പകുതി തുകയായ 1900 കോടി രൂപ സംസ്ഥാന സർക്കാർ വഹിക്കും. കിഫ്ബി വഴിയുള്ള സാമ്പത്തിക സഹായത്തോടെയായിരിക്കും ഈ തുക കണ്ടെത്തുക. ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള ചെലവും ഇതിൽ ഉൾപ്പെടും. റംസാൻ പ്രമാണിച്ച് പ്രത്യേക കിറ്റുമായി സപ്ലൈകോ. റംസാൻ നിലാവ് എന്ന് പേരിട്ടിരിക്കുന്ന കിറ്റിൽ 1018 രൂപ വിപണി വില വരുന്ന 15 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കിറ്റ് ഉപഭോക്താവിന് 786 രൂപയ്ക്ക് നൽകും. മാർച്ച് 20 വരെയാണ് ഈ ഓഫർ. നവീകരിച്ച ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നിർവഹിക്കും. പുനർനിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R. രവികുമാർ. വെള്ളപ്പൊക്കത്തിലും ഗതാഗതം തടസ്സപ്പെടാത്ത രീതിയിലാണ് കുട്ടനാടിനെ കീറിമുറിച്ച് കടന്നുപോകുന്ന ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് പുനർനിർമ്മിച്ചിട്ടുള്ളത്. 24 കിലോമീറ്റർ ആധുനികവൽക്കരിക്കാൻ 800 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിലാക്കിയത്. അവസാനഘട്ട ടാറിംഗ് ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. നദികൾക്ക് കുറുകെ 3 വലിയ പാലങ്ങൾ നിർമ്മിച്ചു. മഴക്കാലത്ത് സ്ഥിരമായി വെള്ളം കയറുന്ന 5 സ്ഥലങ്ങളിൽ വലിയ മേൽപ്പാലങ്ങളും പണിതു. 14 ചെറിയ പാലങ്ങളും 65 കലുങ്കുകളും പുതുക്കിപ്പണിതു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ VK വിജയൻ രാജിവെച്ചു. മാർച്ച് 14 കാലാവധി പൂർത്തിയാകുന്ന സാഹചര്യത്തിൽ AV ഗോപിനാഥിനെ പുതിയ ചെയർമാനാക്കാനാണ് രാജി. പടയണിയുടെ സ്വന്തം നാടായ പത്തനംതിട്ടയിൽ പ്രസിദ്ധമായ ഇലന്തൂർ വലിയ പടയണി നാളെ നടക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. നാട്ടുദോഷവും കാലദോഷവും മാറ്റി നാടിന്റെ ഐശ്വര്യത്തിനായി 8 നാൾ കളത്തിലെത്തുന്ന പടയണി കോലങ്ങൾക്കാണ് മറ്റന്നാൾ പുലർച്ചെയോടെ സമാപനം കുറിക്കുക. നാളെ രാത്രി 11 മുതൽ മറ്റന്നാൾ പുലർച്ചെ 6 വരെ കളത്തിൽ കോലങ്ങൾ തുള്ളിയുറയും. മറ്റന്നാൾ പുലർച്ചെ സൂര്യൻ ഉദിക്കുമ്പോൾ മംഗളഭൈരവിക്കോലം കളത്തിൽ നിന്ന് തുള്ളിയൊഴിഞ്ഞ് പൂപ്പടയും തുള്ളി ഭഗവതിക്കുന്ന് ദേവിയെ ശ്രീകോവിലിലേക്ക് ആനയിക്കുന്നതോടെ ഈ വർഷത്തെ ഇലന്തൂർ വലിയ പടയണിക്ക് സമാപനമാകും. ICC 2020 ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. രാത്രി 7-നാണ് മത്സരം. നാളെയാണ് ഇന്ത്യ ഇംഗ്ലണ്ട് സെമിഫൈനൽ. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം ആരംഭിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 1123 പോയിന്റ് ഇടിഞ്ഞ് 79,116-ലും നിഫ്റ്റി 385 പോയിന്റ് താഴ്ന്ന 24,481-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ്. പവന് 2,280 രൂപ കുറഞ്ഞ് 1,20,640 രൂപയായി. ഗ്രാമിന് 15,080 രൂപയാണ് ഇന്നത്തെ വില. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ രൂപയുടെ മൂല്യം 68 പൈസ ഇടിഞ്ഞ് US ഡോളറിനെതിരെ 92 രൂപ 17 പൈസ എന്ന നിലയിൽ എക്കാലത്തെയും താഴ്ന്ന നിരക്കിലെത്തി. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് പേര് ചേർക്കാൻ അവസരമുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആദായനികുതി വകുപ്പ് സംസ്ഥാനത്ത് സമഗ്ര ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ഇതിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുണ്ട്. കണക്കിൽപ്പെടാത്ത പണം, വിലയേറിയ ലോഹങ്ങൾ, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവയുടെ നീക്കം മാതൃകാ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സമയത്ത് നടക്കുന്നുണ്ടോ എന്ന് ആദായനികുതി വിഭാഗം കർശന നിരീക്ഷണം നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷം 5-ാം ദിവസവും രൂക്ഷം. ആക്രമണം ശക്തമാക്കി ഇസ്രായേലും ഇറാനും. ശ്രീലങ്കൻ തീരത്ത് ഇറാൻ യുദ്ധക്കപ്പൽ മുങ്ങി 101 പേരെ കാണാതായി. അന്തർവാഹിനി ആക്രമണം ഉണ്ടായതായി സംശയം. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭ്യമാക്കിയ ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശിക അനുവദിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവായി. മത്സ്യഫെഡിനെ അമൂലിന് സമാനമായ മാതൃകാ സഹകരണ സ്ഥാപനമായി മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾക്ക് നാളെ തുടക്കം. ICC 2020 ലോകകപ്പ് ആദ്യ സെമിയിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25-ന്.